എല്ലാവരും ചോദിച്ചു ഗ്രൗണ്ട് ക്ലിയറൻസ് റേഷ്യോ അല്ലേന്ന് ചോദിച്ചു. കമ്പനി പറയുന്നത് 18 കിലോമീറ്റർ മൈലേജ് ആണ്. അപ്പം നമ്മൾ ഏകദേശം അതിനേക്കാളും വളരെ കുറവായിട്ടൊരു 13ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നല്ല ഭയങ്കര ക്വിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ലാഗ് ഫീൽ ചെയ്യാറുണ്ടോ? കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ സീറ്റൊക്കെ കംഫർട്ട് അല്ലെന്ന് തോന്നുന്നു. വണ്ടിയുടെ വാഷിംഗ് പ്രോപ്പർ അല്ല. അത് നമ്മൾ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സെൻറ്ററിലാണെങ്കിലും സർവീസ് കഴിഞ്ഞിട്ടാണല്ലോ ആ ഒരു പോയിന്റ് ചെക്ക് ചെയ്ത് തന്നാൽ മനസ്സിലാകും ചെയ്തിട്ടുണ്ടോ വൃത്തിക്ക് എന്നുള്ളത് അല്ലേ. ടാറ്റയുടെ ഒരു കാരണം കൊണ്ട് വണ്ടി മാറ്റിയെന്ന്, അപ്പോൾ അതിൻ്റെ പിന്നിലൊരു റീസൺ കാണുമെന്ന് തോന്നുന്നു. ആ വണ്ടി ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഓക്കെ ആയിരുന്നു ഈ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത സമയത്ത് ഒരു ആദ്യമുള്ള വാറണ്ടി അതേപോലെ തന്നെ കവർ ചെയ്യും എന്നിട്ടാണ് ഇത് പറഞ്ഞത്, നമ്മളെ സെയിൽ ചെയ്യുന്ന ആൾ പറഞ്ഞു. ബട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഫസ്റ്റ് സർവീസ് ഒന്നും ആകാറായിട്ടില്ല. ഒരു 2 സർവീസ് കഴിഞ്ഞു. ലൈക്ക് 2000 ചെക്കപ്പും പിന്നെ 5000 ഒരു ചെക്കപ്പും ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ പാർട്സിന് വില ഒരു 15,000 തൊട്ട് 18,000 രൂപ വരെ റേഞ്ചേ ഉള്ളൂ. അതാണ് ഇവർ 50,000 രൂപയ്ക്ക് ബില്ല് ചെയ്യാൻ പോകുന്നത്. ലേബർ ചാർജ് അതിൻ്റെ ഇരട്ടി ആയിരിക്കും. 50,000 രൂപയുടെ സാധനം മാറ്റുന്നതിന് 35,000 രൂപ ബില്ലാണ്. ഒരു ഫാമിലി കാർ വേണം, അത് സെഡാൻ ആയിരിക്കണം, 10 ലക്ഷം രൂപയിൽ മുകളിൽ പോകാനും പാടില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. ഹോണ്ട എന്ന ബ്രാൻഡിൻ്റെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള ഒരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സെഡാൻ എന്ന് പറയുമ്പം യാത്രാസുഖം തരുന്ന വാഹനങ്ങൾ തന്നെയാണ്. അവർക്ക് 2 സെഡാൻസ് ആണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹോണ്ട സിറ്റിയും ഹോണ്ട അമേസും. ഹോണ്ട സിവിക് ഉണ്ടായിരുന്നു, അത് നിർത്തി ഇപ്പോൾ തൽക്കാലം ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് ഹോണ്ട അമേസ് ആണ്. അപ്പം അമേസിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അമേസ് ആദ്യം കൊണ്ടുവന്ന അമേസ് അധികം വിജയിച്ചില്ല, പിന്നീട് അടുത്ത് ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നു, അത് നല്ല രീതിയിലുള്ള വിജയമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് മീൻസ് ഈ ലാസ്റ്റ് ഇയർ വന്ന ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ VX വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് വേരിയൻറ്റ് CVT പെട്രോളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിനായിട്ട് ഇതിൻ്റെ ഓണറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ഏറ്റവും പുതിയ അമേസിൻ്റെ ഓണറാണിത്. ഹൈ ബ്രോ. ബ്രോയുടെ പേരും? എൻ്റെ പേര് സിറിൽ എന്നാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കൊച്ചിയിലൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇൻഫോ പാർക്ക്. ഓക്കെ. ഇപ്പം ഹോണ്ട അമേസ് അല്ലേ, അമേസ് എന്ന സെഡാൻ വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഹോണ്ട അമേസ്. അപ്പം ബ്രോ എങ്ങനെയാണ് അമേസിലേക്ക് വന്നത്? ഏതൊക്കെ വണ്ടി നോക്കിയായിരുന്നു ആ സമയത്ത്? അമേസിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്നത് ടാറ്റ ടിയാഗോ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാറേണ്ട വന്നു. അപ്പം ഉടനെ തന്നെ എനിക്ക് കാർ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു SUV, മിനി SUV ലൈക്ക് ഗ്രാൻഡ് വിറ്റാര അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് പോകണം താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് ബുക്കിംഗ് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, മീൻസ് താമസം ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ കാർ വേണമായിരുന്നു. ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ട്രാവൽ ചെയ്യും. എൻ്റെ വീട് ആടിമയിലെടുത്ത് പണിക്കാൻ കൂടിയുന്ന സ്ഥലത്ത്. അപ്പോൾ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകുന്നുണ്ട്. വണ്ടി ഇല്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ റെൻറ്റിന് എടുക്കാമെന്ന് വെച്ചപ്പോഴും കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നൊരു വണ്ടിയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ കൂടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിലാണ് ഞാൻ മാഗ്നേറ്റ് നോക്കി. CVT ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിന് മുമ്പ് യൂസ് ചെയ്ത് മാനുവലായതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ ടെസ്റ്റ് ഡ്രൈവിന് വിളിച്ച് പെട്ടെന്ന് തന്നെ ഇവർ വന്നു, ഓടിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രിയോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു 1.8 lakhs കിലോമീറ്റർ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 8 വർഷം അടുത്ത്. അപ്പം റിലയബിലിറ്റി ഒന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പക്കയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അമേസിലേക്ക് എത്തിച്ചേർന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്താൽ കിട്ടുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അമേസിന്. അപ്പോൾ അവരുടെ 2 കളർ വേരിയൻ്റ് സ്റ്റോക്ക് ഉണ്ടാവും, ഇത് പിന്നെ ഒരു ഗ്രേ കളർ. ഇത് തന്നെ ചൂസ് ചെയ്തു, ബുക്ക് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് വണ്ടി കയ്യിൽ കിട്ടി. അപ്പം ഈ വേരിയന്റ് തന്നെയായിരുന്നു ടോപ്പ് വേരിയന്റ്? 2 വേരിയൻ്റാണ് ഇതിലുണ്ടായിരുന്നത്. ഒന്ന് S വേരിയൻറ്റ്, പിന്നെ ഒന്നുള്ള VX വേരിയൻറ്റ്. എസും 2 ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. അതിൽ വരുമ്പം VX-ൽ വരുമ്പോൾ പാഡിൽ ഷിഫ്റ്റർ, പിന്നെ ഇത് പ്രൊജക്ഷൻ ഹെഡ് ലാംപ്സ് അതൊക്കെ വരുന്നുണ്ട്. അലോയ് വീൽസ് ഓട്ടോമാറ്റിക് ആയിരുന്നു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. മീൻസ് മറ്റേ വണ്ടി ഞാൻ ഏകദേശം ഒരു 85,000 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലച്ച് ഔട്ടണ്ട. എല്ലാവരും പറയും മടിയന്മാരാണ് ഓട്ടോമാറ്റിക് എടുക്കുന്നത്, പക്ഷേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു ലെവലിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പണ്ട് സാധാരണ മൊബൈൽ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിലോ ഒന്ന് ഐഫോണിലോ ഒന്ന് അതുപോലെ തന്നെയാണ്.
പക്ഷേ ഇപ്പോഴും ഓട്ടോമാറ്റിക്കും മാനുവലും രണ്ടും ഓടിക്കാറുണ്ട്. വീട്ടിൽ വേറൊരു സെലാരി ഉണ്ട്, മാനുവലാണ്. ഓട്ടോമാറ്റിക്കും രണ്ട് രീതിയിലാണ് നമ്മൾ ഓടിക്കേണ്ടത്. പിന്നെ നല്ല മൈലേജ് കിട്ടണമെങ്കിൽ നമ്മൾ പതുക്കെ ഡീസൻ്റ് ആയിട്ട് ഓടിക്കണം. പെട്ടെന്നുള്ള ആക്സലറേഷനും ബ്രേക്കിംഗ് ഒക്കെ മൈലേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. നമ്പർ ഓഫ് ഗിയർ ട്രാൻസ്മിഷൻ കുറയ്ക്കണം. പിന്നെ CVT അയച്ചത് അങ്ങനെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 7 സ്റ്റെപ്പ് CVT ആണ്. നമുക്ക് വാഡിൽ ഷിഫ്റ്റ് വെച്ചിട്ട് ഒരു 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെന്റ്. പെട്ടെന്നൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 4-in-3 അങ്ങനെ ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് പവർ തന്നിട്ട് പുഷ് ചെയ്ത് കയറി പോക്കോളൂ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ചെയ്യണമെങ്കിൽ ആക്സിലേറ്റർ ഹാർഡായിട്ട് പ്രസ് ചെയ്താൽ ഡൗൺ ചെയ്തിട്ട് പെട്ടെന്ന് കയറി പോക്കോളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. നമ്മൾ മൈൽഡായിട്ട് ആക്സിലറേറ്റ് ചെയ്യുക, ചെറിയ രീതിയിൽ ആക്സിലറേറ്റ് ചെയ്യുക, അങ്ങനെയാണ് അതിൻ്റെ മൈലേജ് ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ നല്ല ഭയങ്കര ക്വിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ലാഗ് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളിപ്പം ക്വിക്കായിട്ട് പോകണമെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ RPM കൂടും, ഗിയർ ഒന്ന് ഡൗൺ ആവും, വണ്ടി പെട്ടെന്ന് തന്നെ കയറി പോകണം. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. എടുത്ത സമയത്ത് മീൻസ് നമ്മൾ മാനുവൽ വണ്ടികൾ ഓടിച്ചിട്ട് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു വണ്ടീനൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് കയറുമോ, എപ്പോഴാണ് ഇതിന് ഗിയർ മാറുന്നത് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു, ഇതെപ്പോഴാണ് ചിലപ്പം നമ്മൾ ബസ്സിൻ്റെ പകുതിക്ക് എത്തുമ്പോൾ ഇത് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. മീൻസ് AMT ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ഉണ്ട്, ക്വിഡ് ഞാൻ ഓടിച്ചപ്പോൾ. അത് ഞാൻ പ്രാവശ്യം ബസ്സിന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അത് വണ്ടി പകുതിക്ക് ചെന്ന് കഴിഞ്ഞപ്പം അത് 3rd-ന്ന് 4th-ലേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി. അപ്പം നമുക്ക് ആ ഒരു സ്പീഡ് കുറഞ്ഞു പോയി. അതിന് മാനുവൽ ഓപ്ഷൻ ഇല്ലായിരുന്നു. ക്വിഡിന് AMTക്ക് ഒരു നോബ് മാത്രമേ ഉള്ളൂ, ഡ്രൈവ് ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. ഇപ്പം നമുക്ക് സഡനായിട്ട് പിക്കപ്പ് ആണെന്ന് ആക്സിലേറ്ററും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവും. പിന്നെ ആ ഒരു RPM റേഞ്ച് കഴിഞ്ഞാൽ മാത്രമേ ഷിഫ്റ്റ് ആവും. ഓക്കെ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെ ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഓക്കെ. പിന്നെ അമേസ് എന്ന് പറയുമ്പോൾ അമേസ് ഡീസൽ നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി, അത്യാവശ്യം മൈലേജ് തരുന്ന വണ്ടി എന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പെട്രോളും ഇഷ്ടമുള്ള വണ്ടി തന്നെയാണ്, യാത്രാസുഖം വെച്ച് നോക്കുമ്പോഴും കാര്യങ്ങളും. പക്ഷേ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി ചിലർക്ക് ഒരു ഇത് പറയാറുണ്ട്. അപ്പം അതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? പെർഫോമൻസ് കാറിൽ മെയിനായിട്ട് 2 ടൈപ്പ് ആൾക്കാരുള്ളത്, ഒന്ന് ഡീസലിൻ്റെ ആൾക്കാർ, ഒന്ന് പെട്രോളിൻ്റെ ആൾക്കാർ. മീൻസ് ഡീസൽ വണ്ടികൾ ഓടിക്കാൻ നല്ല സുഖമാണ്, ടർബോ ഉണ്ട് എല്ലാത്തിലും. പിന്നെ നമ്മൾ ടർബോ പെട്രോളിലേക്ക് പോകണം. പക്ഷേ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഇതിൽ പെട്രോൾ വേരിയൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു, ഡീസൽ വേരിയൻറ്റ് അവർ നിർത്തിയായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ അതിലോട്ട് പോയേനെ. ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അതിലേക്ക് പോയേനെ. ഡീസൽ CVT ഉണ്ടായിരുന്നവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ പോയേനെ. പിന്നെ പ്രൈസ് ബാൻഡിൻ്റെ ഇത് അറിയത്തില്ല, ബട്ട് ആ സമയത്ത് ഇതില്ലായിരുന്നു, ഡീസൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പെട്രോൾ മാത്രമുണ്ട്. ഇപ്പോൾ പെട്രോൾ എടുത്തിട്ട് എങ്ങനെ പെർഫോമൻസ് വൈസ് ഫീൽ ചെയ്യുന്നു? ഇപ്പോൾ ടിയാഗോയെ വെച്ച് ആണല്ലോ കമ്പയർ ചെയ്യുന്നത്, അത് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. ഇത് 88 bhp ആണ്, അതും 85 bhp ആണ് ടിയാഗോ വരുന്നത്. അത് 3 സിലിണ്ടർ പെട്രോൾ, ഇത് 4 സിലിണ്ടർ പെട്രോൾ 1.2 1.2 ആണ്. ടിയാഗോയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നോയ്സ് ഉണ്ട് വണ്ടിക്ക്, 3 സിലിണ്ടറിൻ്റെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ വരുമ്പോൾ ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ്, അകത്ത് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ്, കുറച്ചുകൂടെ സൈലൻ്റ് ആണ്. പിന്നെ AC വളരെ ബെറ്റർ ആണ് ഇതിൽ, നല്ല കൂളിംഗ് ഉണ്ട്. റിയർ AC ഉണ്ടോ? റിയർ വെൻസ് ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ. ടിയാഗോയിലും ഫ്രണ്ടിൽ മാത്രമല്ല. പക്ഷേ ടിയാഗോയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ നമ്മുടെ കോ പാസഞ്ചറിൻ്റെ അടുത്താണ്, പാസഞ്ചർ സൈഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അതിലേക്ക് പൊടി കയറിയിട്ട് ആ ക്യാബിൻ ഫിൽറ്റർ അടഞ്ഞു പോകുമായിരുന്നു. ഇതിൻ്റെ ആകുമ്പോൾ മറ്റേ ഡാഷ്ബോർഡിനകത്താണ് ഉള്ളത്, അപ്പം കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. മറ്റേത് പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെയുള്ള പൊടികളെല്ലാം കയറി പെട്ടെന്ന് തന്നെ അത് അടഞ്ഞു പോയി. അപ്പം എയർ ഫ്ലോ ഭയങ്കര കുറവാണ്. പിന്നെ കൂളിങ്ങും പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് തണുക്കത്തില്ല. ഇത് ബെറ്റർ ആണ്, പെട്ടെന്ന് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് AC ആണ്, ഉണ്ട്. ടോപ്പ് വേരിയൻ്റ് ആയ സ്ഥിതിക്ക് ഇതെല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ അമേസിൻ്റെ റെയർ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബുക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, റെഡി സ്റ്റോക്ക് ആയിരുന്നു. പ്രൈസ് എത്രയായിരുന്നു? ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ നിന്നോ ഇത് എങ്ങനെയൊക്കെയാണ്? ബഡ്ജറ്റ് എൻ്റെ ബഡ്ജറ്റ് ഒരു 9-10 lakhs വരെ ആയിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്. ബട്ട് ഇതിപ്പോൾ ഓൺ റോഡ് ആയപ്പോൾ 11 ആയി. അപ്പം കുഴപ്പമില്ല. 10 ലക്ഷത്തിൽ താഴെ ഇപ്പം നല്ലൊരു ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. ഓട്ടോമാറ്റിക് സെഡാനാണ്. വേറെ നോക്കിയ ഓട്ടോമാറ്റിക്കുകളെല്ലാം 10 ലക്ഷത്തിൽ താഴെ ഇത് AMT ആണ്. AMTക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. എടുക്കുവാണെങ്കിൽ മിനിമം ഒരു CVT എങ്കിലും വേണം. CVT ഉണ്ടായിരുന്നു, ബലേനോ CVT അവർ നിർത്തി സമയത്ത് AMT ആണ്. അതുകൊണ്ട് അതിലേക്ക് ടെസ്റ്റ് ഡ്രൈവിനൊന്നും പോയില്ല, ഇത് മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുള്ളൂ. പിന്നെ മറ്റേ സോണറ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു, അത് 7 സ്പീഡ് DCT ആയിരുന്നു. ബഡ്ജറ്റ് ഭയങ്കര കൂടുതലായിരുന്നു, 13+ ആവും അതിലേക്ക്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് അമേസിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യം ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ ഇത് മീൻസ് സപ്പോർട്ടും ഭയങ്കര ഇതായിരുന്നു. ഞാൻ ചോദിച്ചു, ഷോറൂമിൽ നിന്നുള്ള സപ്പോർട്ടും നല്ല. ഞാൻ ചോദിച്ചു, എനിക്ക് മൈലേജ് കൺസേൺ ഒരു ദിവസം ഫുൾ ഡ്രൈവിന് എനിക്ക് തരുമെന്ന് ചോദിച്ചു. തന്നെ തരാൻ പറ്റിയല്ല, മീൻസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ് കൂടെ വന്നിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ വരെ ഓടിച്ചു പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു.
പിന്നെ ആ ആഴ്ച എനിക്ക് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. ബട്ട് അവർ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവലായി. പിന്നെ അങ്ങനെയാണ് അമേസിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഉടനെ തന്നെ ബുക്ക് ചെയ്ത് ഒരാഴ്ച കൊണ്ട് വണ്ടി കിട്ടി. ഓക്കെ, DB. അപ്പം നമ്പറിന് വേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നല്ലോ. വണ്ടി കിട്ടിയത് ഏപ്രിൽ മാസത്തിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തു. ആ സമയത്ത് DAയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ ഈ നമ്പർ വീട്ടിലെ ഈ നമ്പർ തന്നെയാണ്. സെലേറിയോ ഉണ്ട്, അത് KL 6, അതിൽ 6767 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ തന്നെ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. ഒരു 5 മാസം വെയിറ്റ് ചെയ്തു. 5 മാസം ടെമ്പററിയിൽ തന്നെയാണ് ഓടിച്ചത്. ഇപ്പോഴത്തെ റൂൾ വെച്ച് നമുക്ക് 6 മാസം വരെ ടെമ്പററിയിൽ ഓടിക്കാം. അത് കഴിഞ്ഞ് എക്സ്ട്രാ അത് കഴിഞ്ഞെന്നാൽ എനിക്ക് തോന്നുന്നു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ 1 മാസം ഇങ്ങനെ ഓടിക്കാൻ തോന്നുന്നു. 1 മാസമാണ്. എല്ലാ മാസവും ചെറിയ എന്തോ ഫൈൻ അടയ്ക്കണം എന്ന് തോന്നുന്നു. 500 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ നമ്പർ ബുക്ക് ചെയ്ത്, ഇപ്പം ഓൺലൈനാണ് മറ്റേ ബിഡിങ് അല്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ആൾ ബുക്ക് ചെയ്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വിളിക്കേണ്ട വന്നു. മീൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ടിയാഗോയ്ക്ക് ഞാൻ നമ്പർ എടുക്കാനും ഇതേ നമ്പർ തന്നെ നോക്കി, 6767 നോക്കി. പക്ഷെ അന്ന് നമ്മൾ RT ഓഫീസിൽ പോയി വിളിക്കണം. അപ്പം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ വേറെ ആൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ വന്നു. സ്റ്റാർട്ടിങ് 3000 ആയിരുന്നു. 1 വിളിച്ച് 2 വിളിച്ചു, പിന്നെ പുള്ളി വലിയൊരു എമൗണ്ട് വിളിച്ച് പുള്ളി അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് അന്ന് പിന്നെ 7676 എടുത്തു. അത് വീട്ടിൽ 67ഉം ഇത് 76ഉം ആയി. പിന്നെ ഈ പ്രാവശ്യം എടുത്തപ്പോൾ ഈ നമ്പർ തന്നെ കിട്ടി, നോക്കി മേടിച്ചെടുത്ത്. ബുക്കിംഗ് എമൗണ്ട് 3000 അല്ല, ഇനീഷ്യൽ ബുക്കിംഗ് 3000 ആണ്. പിന്നെ 1000 വെച്ചിട്ട് നമ്മൾ ഓരോ ഇതിലും കൂടും വിളിക്കുമ്പോൾ. ഓക്കെ, ഇനി സെഡാൻ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം യാത്രാസുഖം തന്നെ ആയിരിക്കുമല്ലോ. അതെ. ഇതിനു മുമ്പ് ഞാൻ സെഡാൻ യൂസ് ചെയ്തിട്ടില്ല. മീൻസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഹാച്ച് ബാക്ക് ആണ്. പിന്നെ സെഡാനാണ് കുറച്ചുകൂടെ നല്ലത്, അടുത്ത ലെവലിലേക്ക് പോകാമെന്ന് തോന്നി. പിന്നെ എല്ലാവരും ചോദിച്ചു ഗ്രൗണ്ട് ക്ലിയറൻസ് റേഷ്യോ അല്ലേന്ന് ചോദിച്ചു. ബട്ട് ടെക്നിക്കലി സെയിം ടിയാഗോയുടെ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ബമ്പറിന് കുറച്ച് നീളമുണ്ട്, ഒരു ബമ്പർ ലിപ്പ് എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഇറക്കമൊക്കെ ഇറങ്ങി നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തട്ടും. പക്ഷേ ഇതുവരെ എനിക്ക് തട്ടിയിട്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഹമ്പൊക്കെ ചാടുവാണല്ലോ, ഒന്ന് ക്രോസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ തട്ടാതെ പോകും. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കും. പിന്നെ ടയർ സൈസ് കൂടുതൽ 15 ഇഞ്ച് ഉണ്ട്. പിന്നെ താഴെയുള്ള വെർഷൻ എനിക്ക് തോന്നുന്നു 14 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് 15 ഇഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. ലോവേഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നല്ല കംഫർട്ട് ആയിരിക്കും. ഡ്രൈവിംഗ് നല്ല സുഖമാണ്. സീറ്റിംഗ് പൊസിഷൻ ഒക്കെ ആണെങ്കിലും ഓക്കെയാണ്. എത്ര കിലോമീറ്റർ ആയിപ്പോൾ? ഇപ്പോൾ അറൗണ്ട് 7000 കിലോമീറ്റർ ആയിട്ടുണ്ട്, 7000+ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ടോ? ലോങ് ഡ്രൈവ് ഇതുവരെയും പോയിട്ടില്ല. ഇപ്പോൾ ഫാമിലി ഉണ്ട്, അപ്പോൾ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോക്ക്. അത് ഒരു 60-70 കിലോമീറ്റേഴ്സ് വരും അല്ലേ? 120 കിലോമീറ്റർ. അപ്പം വൺ സൈഡ് 120 കിലോമീറ്റർ. വീട്ടിൽ പോകാറുണ്ട്. പിന്നെ വൈഫിൻ്റെ വീടിൻ്റെ അവിടെ പോകാറുണ്ട്. എല്ലാ ആഴ്ചയും തന്നെ എങ്ങോട്ടേലൊക്കെ പോക്കുണ്ട്. മീൻസ് 100 കിലോമീറ്റർ വൺ സൈഡുള്ള ട്രിപ്പുകളായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഫാമിലി ആയിട്ടാണ് പോവാറ്. അപ്പം ഭാര്യയും മോളും ഉണ്ട്. മോൾ 1 വയസ്സാണ്. അപ്പം അവർ രണ്ടും പുറകിലിരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ ബോഡി റോളിംഗ് ഒന്നും ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ഐസോഫിക്സ് ഉള്ളതുകൊണ്ട് ചൈൽഡ് സീറ്റ് വെച്ചിട്ടുണ്ട്, ഇപ്പം വെച്ചിട്ടില്ല. അപ്പം മോളാണല്ലോ അതിലിരുന്നോളൂ. മീൻസ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ സീറ്റൊക്കെ കംഫർട്ട് അല്ലെന്ന് തോന്നുന്നു. മീൻസ് അതിനകത്ത് ഭയങ്കരമായിട്ട് കുഷ്യനെല്ലാം ഉള്ളതുകൊണ്ട് ചൂട് ഒക്കെ. അപ്പോൾ കുറച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ മോളിരിക്കും. അത് കഴിഞ്ഞാൽ അവൾ പ്രശ്നമാക്കി തുടങ്ങും. പിന്നെ പുറകിലിരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ മോളുള്ളതുകൊണ്ട് പുറകിൽ തന്നെയാണ് ഇരിക്കാറ്. ഞാൻ തന്നെ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുന്നു, അവർ രണ്ടുപേരും പുറകിലുണ്ടാവും. അപ്പം ബാക്കിൽ അവരിയ്ക്കുമ്പോൾ ലെഗ് സ്പേസ് ഒക്കെ ലെഗ് സ്പേസ് കുഴപ്പമില്ല, അവർക്ക് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതുണ്ട്. സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടെന്നാലും അവർക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഒരാൾ മാത്രമേ, വൈഫും മോളും ഉണ്ടാവുള്ളൂ പുറകിൽ. അല്ല പിന്നെ കുറച്ച് ലഗേജ് ഉണ്ടാവും, അത് ബൂട്ടിലുണ്ടാവും. പിന്നെ ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം നമുക്ക് ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഹാഷ് ബാക്കിനെ വെച്ചുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് മടക്കിയിട്ട് ഒരുപാട് ലോഡ് ചെയ്യാൻ പറ്റില്ല, സീറ്റ് മടക്കാൻ പറ്റില്ല. ബട്ട് ഈ ഒരു സ്പേസ് അത്യാവശ്യം നല്ലതാണ്. നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ എയർപോർട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിലും ഒരു 3 ബോക്സ് ഒക്കെ 3 ഇരിക്കും അല്ലേ? കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. മറ്റേത് പിന്നെ 60-40 സ്പ്ലിറ്റ്, പല രീതിയിൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇത് അതിലെന്നേ ഉള്ളൂ, എങ്കിലും സെഡാൻ ആയതുകൊണ്ട് സ്പേസ് ഉണ്ട്. ഓക്കെ. അപ്പം സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ അടുത്ത കാര്യം മൈലേജ് ആണ്. മൈലേജിനെ പറ്റി എങ്ങനെയുണ്ട്? സിറ്റി ഡ്രൈവിൽ, ലോങ് ഡ്രൈവിൽ മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? എല്ലാവരെയും പോലെ കാർ എടുത്തപ്പോൾ തന്നെ കൺസേൺ ആയിരുന്നു മൈലേജ് എത്ര കിട്ടും, അതും കൂടെ നോക്കിയിട്ടാണ് എടുത്തത്. കമ്പനി പറയുന്നത് 18 കിലോമീറ്റർ മൈലേജ് ആണ്. അപ്പം നമ്മൾ ഏകദേശം അതിനേക്കാളും വളരെ കുറവായിട്ടൊരു 13ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് എനിക്ക് സിറ്റിയിൽ ഇവിടെ കാക്കനാട്, കൊച്ചി ഏരിയയിലൊക്കെ ഓടിക്കുമ്പോൾ മീറ്ററിൽ കാണിക്കുന്നതാണ് ഒരു 12 കിലോമീറ്ററാണ് കാണിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ട്രിപ്പ് ഇട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം എനിക്ക് കിട്ടിയേക്കുന്ന റൗണ്ട് ട്രിപ്പ് ഒരു 300 കിലോമീറ്ററിൽ റൗണ്ട് ട്രിപ്പ് ഇവിടുന്ന് പണിക്കൻകുടി, അതായത് ഹൈ റേഞ്ചാണ്, അടിമാലി ചെന്നിട്ട് പോകണം. അപ്പോൾ എനിക്കതിൽ കിട്ടിയേക്കുന്ന 17 കിലോമീറ്റർ മൈലേജാണ് മീറ്ററിൽ കാണിച്ചേക്കുന്നത്. അത് നോക്കിയിട്ട് ഒരു ഡീസൻറ്റ് മൈലേജ് 17 കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു 16 ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. ഒരു ഡീസൻറ്റ് മൈലേജ് ആയിട്ടാണ് 300 കിലോമീറ്ററിൻ്റെ ആവറേജ് 300 കിലോമീറ്ററിന് ആവറേജ് അതാണ് കിട്ടാറുള്ളത്. നോർമലി 11-12 ഒക്കെയാണ്. 11-12 ആണ് ഇവിടെ ലോക്കൽ സിറ്റിയിലുള്ള ഓടിക്കുന്നത്. നമ്മൾ ഏതായാലും ഒരു 10-15 കിലോമീറ്ററിൻ്റെ റൗണ്ട് ട്രിപ്പുകളായിരിക്കും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതോ അങ്ങനെയൊക്കെ ഉള്ളത്. അതിലും ഹാപ്പിയാണ്, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതാണ് മൈലേജിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ടാറ്റയുടെ ഒരു കാരണം കൊണ്ട് വണ്ടി മാറ്റിയെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു റീസൺ കാണുമെന്ന് തോന്നുന്നു. ആ വണ്ടി ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഓക്കെ ആയിരുന്നു. വണ്ടി നല്ലപോലെ 85,000 കിലോമീറ്റർ ഓടി, അതിനിടയ്ക്ക് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. സർവീസുകൾ മാത്രം ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ 1-2 പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ കുറച്ചാലും വർക്ക് ചെയ്തപ്പോൾ ഒരു സർവീസ് അവിടെ കൊടുത്തായിരുന്നു, കൊറോണയുടെ ആ സമയം 2020. അപ്പോൾ അവിടെ കൊടുത്തിട്ട് അത് ജനറൽ സർവീസ് മാത്രമുള്ളായിരുന്നു. മേ ബി ഒരു രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടേണ്ടതാണ്. അവിടെ ഒരുപാട് ബുക്കിംഗ് ഒന്നും ഇല്ല. ഞാനവിടെ ഷോറൂമിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. 5-6 വണ്ടിയേ ഉള്ളൂ, ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഈ സാധനം കൊണ്ടുപോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു തരുന്നത്. 3 ദിവസം അവിടെ കിടന്നിട്ടാണ് തരുന്നത്. പിന്നെ ഇവിടെ കൊച്ചിയിലൊരു സർവീസ് സെൻറ്ററിൽ അവർ ചെന്നപ്പം രണ്ടാമത് പിന്നെ ഇവിടെ ബാക്ക് ടു കൊച്ചി വന്നു കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയെല്ലാം സർവീസ് എല്ലാം ചെയ്ത് നമ്മൾ പറയാത്തൊരു ബ്രേക്ക് പാഡ് മാറ്റി. ബട്ട് നമ്മളോട് ചോദിക്കാതെ തന്നെ അവർ അതിൻ്റെ ബ്രേക്ക് ഡിസ്ക് പോളിഷ് ചെയ്തു എന്നും പറഞ്ഞ് അതിന് ചാർജ് ചെയ്തു. ഞാൻ ചോദിച്ചു, എസ്റ്റിമേറ്റ് ചെയ്തപ്പോഴോ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണോ എന്ന്. ബ്രേക്ക് പാഡ് പോളിഷ് ചെയ്തു എന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് പോളിഷിങ്? അത് പറഞ്ഞ് സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ ഇതെല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ ചോദിച്ചാൽ അതിന് 900 രൂപ പ്ലസ് ടാക്സ് ആണ് ചാർജ് ചെയ്തത്. പക്ഷെ അവർ ബില്ല് ചെയ്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവസാനം പൈസ കൊടുത്തു. അന്ന് തന്നെയാണ് വണ്ടി കഴുകി. ബട്ട് കഴുക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണെങ്കിലും വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു വാഷ് ചെയ്തെന്ന് അറിയാനായിട്ട് നമ്മുടെ ഈ മിററിൻ്റെ താഴെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ മിക്കവാറും നമുക്ക് ഇവിടെ നിന്നേക്ക് ചെളി തെറിച്ചുണ്ടാവും. എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞ് അവിടെ ചെളി ഉണ്ടെങ്കിൽ വണ്ടിയുടെ വാഷിംഗ് പ്രോപ്പർ അല്ല. അത് നമ്മൾ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സെൻറ്ററിലാണെങ്കിലും സർവീസ് കഴിഞ്ഞിട്ടാണല്ലോ ആ ഒരു പോയിന്റ് ചെക്ക് ചെയ്ത് തന്നാൽ മനസ്സിലാകും ചെയ്തിട്ടുണ്ടോ വൃത്തിക്ക് ഇല്ല എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പം കമ്പാരിറ്റീവ്ലി എങ്ങനെയുണ്ട് കേരള ആൻഡ് ബാംഗ്ലൂർ സർവീസ് സെൻറ്റേഴ്സ്? അതിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ സർവീസ് സെൻറ്റർ അപ്രോച്ച് മീൻസ് അവർ മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നുന്നു എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും പ്രൈസ് ഒരുപാട് പോകുന്നുണ്ട്. 6,000 രൂപ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് എനിക്ക് പ്രാവശ്യം 12,000 രൂപ അടുത്ത് ബില്ല് വന്നിട്ടുണ്ട്. അത്രയും വന്നിട്ടുണ്ട്. കാരണം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവർ ഇന്ന പ്രശ്നങ്ങളില്ല, കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ അവരൊരു ഫീഡ്ബാക്ക് ഇന്ന സാധനങ്ങൾ ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഇത് പോളിഷ് ചെയ്യുന്നുണ്ട്, അല്ല അഡീഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇൻഡിമേഷൻ നമുക്ക് തരുന്നില്ല. നമ്മളൊരു 6,000 രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു 7,000-7,500 നിൽക്കും എന്നുള്ള ഇതിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായി പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ പ്രശ്നം വരും. മീൻസ് അത് കൊറോണയുടെ സമയത്തൊക്കെ ആയിരുന്നു, എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്കങ്ങനെ പാർട്സ് മാറേണ്ട വന്നിട്ടില്ല. അല്ല, ഇവിടെ അവർ നേരത്തെ പറയും. ഇവിടെ പിന്നെയും കുറച്ചുകൂടെ കോപ്പറേറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് 3 വർഷത്തെ വാറണ്ടി അല്ല 2 വർഷത്തെ വാറണ്ടി പ്ലസ് 3 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയാണ് ഞാൻ അതിലെടുത്തത്. അതെ, ഞാൻ എടുത്ത സമയത്ത് അറൗണ്ട് 13,000 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത സമയത്ത് ഒരു ആദ്യമുള്ള വാറണ്ടി അതേപോലെ തന്നെ കവർ ചെയ്യും എന്നിട്ടാണ് ഇത് പറഞ്ഞത്, നമ്മളെ സെയിൽ ചെയ്യുന്ന ആൾ പറഞ്ഞു. ബട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കവർ ആകത്തില്ല. അപ്പോൾ എനിക്ക് പ്രോബ്ലം വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ 2 വീല് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബീമുണ്ട്, ഒരു ട്വിസ്റ്റ് ബീം എന്ന് പറഞ്ഞൊരു ബീമുണ്ട്. അതിലാണ് ഈ 2 വീല് സസ്പെൻഷൻ എല്ലാം കൂടെ ഫിക്സ് ചെയ്തേക്കുന്നത്. അതൊരു സ്പ്രിങ് ആക്ഷൻ ഉള്ളതാണ്. അത് തുരുമ്പ് പിടിച്ചിട്ട് ഒടിഞ്ഞിട്ട് ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഈ വീല് നേരെ ഇരിക്കേണ്ട വീല് കുറച്ച് അകത്തേക്കും ചെരിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിന് എന്തോ പ്രശ്നമാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈഡിൽ കയറി നോക്കുമ്പോൾ ഈ സാധനം ഒടിഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ തൽക്കാലം ഞാനൊരു 2 ദിവസത്തേന് അത് വെൽഡ് ചെയ്ത് വെച്ച് ഓടിച്ചു. ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മാറണമെങ്കിൽ അറൗണ്ട് 50,000 റുപ്പീസ് ആവും ഇൻക്ലൂഡിങ് ലേബർ എന്ന് പറഞ്ഞു. സെയിം പാർട്സ് നമുക്ക് ഓൺലൈനിൽ പല ഇതിലും കിട്ടും. ഞാൻ നോക്കിയപ്പോൾ പാർട്സിന് വില ഒരു 15,000 തൊട്ട് 18,000 രൂപ വരെ റേഞ്ചേ ഉള്ളൂ. അതാണ് ഇവർ 50,000 രൂപയ്ക്ക് ബില്ല് ചെയ്യാൻ പോകുന്നത്. ലേബർ ചാർജ് 50,000 രൂപയുടെ സാധനം മാറ്റുന്നതിന് 35,000 രൂപ ബില്ലാണ് ലേബർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അത് വാറണ്ടിയിൽ കവർ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വാറണ്ടി തീർന്നിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എക്സ്റ്റൻഡ് വാറണ്ടി ഏതാണ് നിങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ടാറ്റയ്ക്ക് മെയിൽ അയച്ച്, പക്ഷേ അവർ റിപ്ലൈ ഒന്നും അയച്ചിട്ടില്ല. കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ ഷോറൂം വിളിക്കാൻ പറഞ്ഞു. അവസാനം ഞാൻ ആ വണ്ടി വിൽക്കുക അയച്ചത്. ഓക്കെ, നമ്മൾ കാസ് 24 ആ കാർ കൊടുക്കുമായിരുന്നു. അത് അവർ റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അവർ ഫുൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് കാർ എടുക്കുന്നത്. നമ്മളിത് അറിയാത്ത ഒരാളുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കേണ്ട കാര്യമില്ല. അവർ
കാസ്റ്റ് ഫോർ പ്രൊഫഷണലി വന്ന് ഫുൾ ഇൻസ്പെക്ട് ചെയ്ത്, കാരണം അതിൻ്റെ ഡോർ, ബമ്പർ അതൊക്കെ റീപെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് അവർ മെഷീനൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ഡെപ്ത് ഒക്കെ നോക്കിയിട്ട് അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. ബമ്പറൊക്കെ 2-3 പ്രാവശ്യം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഇവിടെ ചെറിയ സ്ക്രാച്ച് വരുമ്പോൾ സമയം. അപ്പോൾ അതിൻ്റെ പ്രൈസേ നമുക്ക് അതെല്ലാം നോക്കിയിട്ടാണ് അവർ അതിൻ്റെ പ്രൈസ് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ടാറ്റയിൽ നിന്ന് കിട്ടിയ. ടാറ്റയിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നെക്സോൺ എടുക്കാൻ മേലായിരുന്നതെന്ന് ചോദിച്ചതിലും 2 ഇതാണ്. ഒന്ന് പിന്നെ ഞാൻ വീണ്ടും ടിയാഗോ ഇലക്ട്രിക് നോക്കിയാലോ എന്ന് ആലോചിച്ചു. ടെസ്റ്റ് ഡ്രൈവിന് വിളിച്ച് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഒരു വന്നുമില്ല. ഏതായാലും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അത് ശരി. അവർക്ക് ഒത്തിരി ബുക്കിങ്ങും കാര്യങ്ങളും, അവർക്ക് ബുക്കിംഗ് ഒരുപാടുള്ളത് കൊണ്ടായിരിക്കും. അവർക്ക് ബിസിനസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം അവർക്ക് ഒരു ഡിലേ ഉള്ളത്. അവർക്ക് നല്ല സർവീസ് കൊടുത്തില്ലെങ്കിലും കസ്റ്റമേഴ്സിന് കിട്ടും. അതെ, പിന്നെ അവർ വലിയ രീതിയിൽ അവർ ഹാപ്പിയാണ്, ബാക്കിയുള്ളവർ ഹാപ്പി അല്ലെങ്കിലും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ടാറ്റയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് കയറി യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ബാക്കി പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കാലിറ്റിയിൽ നമുക്ക് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സീറ്റിൻ്റെ കളറാണ്. സീറ്റ് ഇത് ബീച്ച് കളറാണ്. മുമ്പ് ഉണ്ടായിരുന്ന യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ട് വളരെ 5 വർഷം യൂസ് ചെയ്തെങ്കിലും പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. ബ്ലാക്ക് കളറായതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെളിയൊക്കെ പിടിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം വാഷ് ചെയ്തപ്പോൾ അവരകത്ത് വെള്ളം അടിച്ചപ്പോൾ ഇവിടെ വീണതാണ്. അത് കറ പോലെ പോയിരിക്കണം, ക്ലീൻ ചെയ്തിട്ട് പോകുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു സീറ്റ് കവർ ഇടാമായിരുന്നു. ബട്ട് സീറ്റ് കവർ ഇട്ടുന്ന നമുക്ക് ഈ സീറ്റിന് ഒരു സുഖം കിട്ടുന്നു. റെസിന് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചൂടും അങ്ങനത്തെ ഫീൽ. അപ്പോൾ ഞാൻ ഇതിന് പറ്റിയൊരു സീറ്റ് കവർ അന്വേഷിച്ചപ്പോൾ ഭയങ്കര വിലയാണ്. മീൻസ് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ട് ബ്ലാക്കിൽ ചെയ്യാനൊക്കെ നോക്കിയാണ്. അപ്പോൾ ഒരു 10-12+ അവരെന്നോട് പറഞ്ഞ് 40,000 റുപ്പീസ് ആവും. 40,000 മിനിമം ഒരു നോർമൽ റെസിൻ കവർ ചെയ്യുന്നതിന് ഇപ്പോൾ 10,000 ആണ് അവർ പറയുന്നത്. 8,000 റേഞ്ചിൽ 8,000 to 10,000 റേഞ്ചിൽ വരും. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് 10,000 ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെയാണ്, ബ്ലാക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ ഇത് ഫാബ്രിക് മെറ്റീരിയൽ തന്നെ, ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച്. വണ്ടി മേടിച്ച ഉടനെ തന്നെ കവറുണ്ട്. അത് മോഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കവർ ഇട്ടാൽ മതി. അതെ, അത്ര നാൾ ഇത് യൂസ് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാൽ മതി എന്നുള്ളൊരു അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നിൽക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ബാക്കി ബോട്ടിൽ ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആവശ്യത്തിനാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു മേടിച്ച് വെച്ചേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ്. ഇവിടെ 2 ലൈറ്റ്, ക്യാബിൻ ലൈറ്റ്, കാര്യങ്ങളെല്ലാം. ഇവിടെ മിറേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ റിയർ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. റിയർ സീറ്റിലുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ വരുന്നില്ല. അത് ഓട്ടോമാറ്റിക് ആയ സ്ഥിതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. അതെ, വളരെ നല്ലതായിരുന്നു. ഒരു കൈ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് വേണമായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് കാണിക്കുന്നു. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇത് നമുക്ക് 3 എണ്ണമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 3 ടൈപ്പ് വ്യൂ. ഇത് നേരെ താഴേക്ക് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വൈഡ് വ്യൂ ഉണ്ട്, നോർമൽ വ്യൂ, പിന്നെ നേരെ താഴെ വണ്ടിയുടെ തൊട്ട് താഴെ എന്താ അറിയാം, കല്ല് വല്ലതും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഉണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, നോർമൽ വ്യൂ വെച്ചാൽ ഓക്കെയാണ്. ഇതൊക്കെയാണ് ഇന്റീരിയർ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നെഗറ്റീവ്സിൻ്റെ സെഷനിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഹോണ്ട അമേസ് ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ വലിയ നെഗറ്റീവ് പറയാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് അല്ല. ഓക്കെ, അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വോയിസ് കൺട്രോൾ ഇത് കൊടുത്തിട്ടില്ല. വേറെ കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അഡീഷണൽ ഒരു ഫിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയർ വ്യൂ മിറർ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആകത്തില്ല. ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഞെക്കി കഴിഞ്ഞാൽ ഫോൾഡ് ആവും, തിരിച്ച് അൺഫോൾഡ് ആവും. നമ്മൾ കീല് ലോക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫോൾഡ് ആവത്തില്ല. അതൊരു ഒരു മോശം ഇതായിപ്പോയി. കാരണം അഡീഷണലി അവർക്കൊരു ഡിവൈസ് ഉണ്ട്, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവും. ബട്ട് ചില സമയത്ത് ലോക്ക് ചെയ്താൽ അതും വർക്ക് ആവില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആക്സസറി ആയിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും അവർ ഫുൾ ടൈം അത് 100% ഗ്യാരണ്ടി ആയിട്ട് പറയുന്നില്ല. ലോക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഒന്നുകൂടെ അൺലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്താലേ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. വേണ്ട, നോർമലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ശീലമാവും. ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോകും, ഫോൾഡ് ചെയ്തിട്ട് പോകാവുന്നൊരു ഇതേ ഉള്ളൂ. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് പറഞ്ഞ പോലെ ഹാൻഡ് റെസ്റ്റ് ഇല്ലാത്ത ഒരു കൊടുക്കാമായിരുന്നു ഫീഡ്ബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല, കുറവുകളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു 10-12 lakhs ബഡ്ജറ്റിലുള്ള ഒരാൾക്ക് തീർച്ചയായും പെർഫോമൻസ് നോക്കിയിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന പോലെ തന്നെ കംഫർട്ട് ഉണ്ട്. പിന്നെ പതുക്കെ മര്യാദയ്ക്ക് ഓടിച്ചിട്ട് പോവുക. മൈലേജ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ഓടിക്കണം. ഒരു ചെറിയ രീതിയിലുള്ള ആക്സിലറേഷനും പതുക്കെയുള്ള ആക്സിലറേഷൻ, സഡൻ ആക്സിലറേഷനും സഡൻ ബ്രേക്കിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈലേജ് ഭയങ്കരമായിട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ 300 കിലോമീറ്റർ ആവറേജിൽ 17 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ഉള്ള ഇത്രയും
യാത്രാസുഖം തരുന്ന ഒരു വാഹനത്തിൽ, ഒരു പെട്രോൾ വാഹനത്തിൽ അത് മോശമല്ലല്ലോ. മോശമല്ല. 17 കിലോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ മൈലേജ് കൺസേൺ ആയിട്ട് ഓടിച്ച് കഴിയുമ്പോൾ 17 കിട്ടും. നമ്മൾ ഓക്കെ കുറച്ചുകൂടെ പവർ എടുത്ത് പോകുന്ന വെച്ചാൽ ആ 17 നേരെ ഡ്രോപ്പ് ആയിട്ട് 12-ലും 13-ലും വന്ന് നിൽക്കും. ഓക്കെ. അപ്പം ഹെഡ്ലൈറ്റിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? ഹെഡ്ലൈറ്റ് ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. രാത്രി ആവണ്ട, ചെറുതായിട്ട് ലൈറ്റ് കുറയുമ്പോൾ തന്നെ അത് ഹെഡ്ലൈറ്റ് ഓൺ ആവും. ഓക്കെ. നമ്മളിപ്പോൾ റോഡിൽ പോകുമ്പോൾ ചിലപ്പം മരത്തിന് നിഴലൊക്കെ വരുമ്പോൾ ആണെങ്കിലും പെട്ടെന്ന് ഹെഡ്ലൈറ്റ് ഓൺ ആവും. ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ചിലപ്പോൾ ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മളെ തെളിച്ച് കാണിച്ചിട്ട്, അല്ലെങ്കിൽ നോർമലി കുഴപ്പമില്ല. ഹെഡ്ലൈറ്റിന് വെളിച്ചം ഇത് പ്രൊജക്ട് ഹെഡ്ലാമ്പാണ്, ഡിമും ബ്രൈറ്റും ഒറ്റ ഇതിൽ തന്നെയാണ്. നോർമൽ കണ്ടീഷനിൽ കുഴപ്പമുണ്ടാവും. ബട്ട് നമ്മൾ എൻ്റെ വീട് അങ്ങോട്ടൊക്കെ ഹൈ റേഞ്ച് സൈഡിലേക്ക് ആയതുകൊണ്ട് നമ്മൾ മഞ്ഞുള്ള സമയത്ത് അതൊരു പ്രശ്നമാണ്. ഫോഗ് ലാമ്പും സെയിം LED കളർ തന്നെയാണ്, LED തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. വാം വൈറ്റ് ആക്കണം. നോർമൽ ബൾബ് ഇടാൻ പറ്റുമെങ്കിൽ അതിരുന്നായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അല്ലാതെ കണ്ടീഷനിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ സസ്പെൻഷനെ പറ്റി നമ്മൾ ചോദിച്ചില്ലായിരുന്നു. സസ്പെൻഷന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ്. ലൈറ്റ് ആണ്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. നല്ല റോഡിൽ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. മീൻസ് ഒരുപാട് കല്ലും അങ്ങനെയൊക്കെയുള്ള 1-2 പ്രാവശ്യം ഞാൻ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. കാരണം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇങ്ങനെ നോക്കേണ്ടതായതുകൊണ്ട് തട്ടാതെ കഴിക്കണമെങ്കിൽ ഭയങ്കര നമുക്ക് വളരെ സ്ലോ ആയിട്ട് ഓടിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് അത് കുഴപ്പമില്ല. നല്ല റോഡിൽ നമ്മൾ വളമൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഒരു അകത്തൊരു പ്രോബ്ലം തോന്നുന്നില്ല. അത്യാവശ്യം നല്ല റോഡ്സ് ആണല്ലോ. നല്ല റോഡ്സാണ് ഇപ്പം, വഴിയൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല. അതുപോലെ കോർണറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ അത് ഇതിന് വീൽ സൈസ് ഇച്ചിരി ചെറുതാണ്. ഇപ്പോൾ അടുത്ത ടയർ മാറ്റുമ്പോൾ കുറച്ചുകൂടി വീതിയുള്ള ഒരു ടയർ ഇടാൻ ഇപ്പോൾ 175 ആണ്. 185 ആ ഒരു റേഞ്ചിലേക്ക് മാറ്റണം. കാരണം നമുക്ക് ആ ടയർ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. മീൻസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇതുവരെ ഒന്നും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ബ്രേക്ക് ചെയ്യുമ്പോൾ ഒക്കെ വണ്ടിക്ക് എന്തോ ഗ്രിപ്പ് കുറവുള്ള പോലെ നമുക്ക് തോന്നും. കോൺഫിഡൻസ് ആവില്ല. 15 ഇഞ്ച് തന്നെ, 15 ഇഞ്ച് സെയിം ആയത് അലോയി മാറ്റുന്നില്ല. സെയിം വിഡ്ത്ത് മാത്രം ഒരു ചെറിയത് ചേഞ്ച് ചെയ്യാൻ പ്ലാനുണ്ട്. മീൻസ് ഇപ്പോൾ ഇല്ല, ഈ ടയർ ഓടി തീർന്നിട്ട് ടയർ ഏതായാലും 10-30,000 കിലോമീറ്റർ വരെയൊക്കെ ഓടുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടും. പിന്നെ അതൊക്കെ കിട്ടും. അല്ല, ടയർ കിട്ടുന്നതിന് ഇതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഞാൻ മറ്റേ വണ്ടി യൂസ് ചെയ്ത സമയത്ത് ഇവിടെ ആലപ്പുഴ തന്നെയുള്ള പുള്ളി ഒന്നും ആലപ്പുഴ കൊച്ചി ഓടിച്ചു വന്നോണ്ടിരുന്നത്. അവൻ ഒരു ഫിഗോ ഓടിച്ചിട്ട് പുള്ളിക്ക് ഒരു 70,000 കിലോമീറ്ററൊക്കെയാണ് ടയറിന് മൈലേജ് കിട്ടുന്നത്. എൻ്റെ ടയർ 35,000 കിലോമീറ്റർ ആയപ്പോൾ തീർന്നു. മീൻസ് നമ്മൾ അങ്ങോട്ട് ഒരുപാട് കയറ്റങ്ങളും അതിനനുസരിച്ച് ഇറക്കങ്ങളും ഉള്ളപ്പോൾ ഒരുപാട് ഗ്രിപ്പ് വേണ്ടി വരും. അതുകൊണ്ട് ടയർ പെട്ടെന്ന് തേഞ്ഞ് തീർന്നു. ബ്രേക്കിംഗ് എല്ലാം ഓക്കെ. സർവീസിൻ്റെ ചോദിക്കണേ. പിന്നെ ഫസ്റ്റ് സർവീസ് ഒന്നും ആകാറായിട്ടില്ല. ഒരു 2 സർവീസ് കഴിഞ്ഞു. ലൈക്ക് 2000 ചെക്കപ്പും പിന്നെ 5000 ഒരു ചെക്കപ്പും ഉണ്ടായിരുന്നു. എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? ചുമ്മാ എന്നെ പറ്റിയാണ്. നമുക്കൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. കൊമ്പൊക്കെ ഒടിഞ്ഞിരിക്കുന്നല്ലോ എൻ്റെ. ഓക്കെ. എന്നിട്ട് 2000 സർവീസ് ജനറൽ ചെക്കപ്പും വാഷ് മാത്രം 5000 അത് തന്നെയുള്ളത്. ഇനിയുള്ള സർവീസ് 10,000 പിന്നെ ഇവർ 10,000 സർവീസ്. അതിൽ എത്ര എക്സ്പെക്ടിങ് സർവീസ്? ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരുപാടൊന്നും കാണിക്കുന്നില്ല. 4,000 to 5,000 ആണ് ജനറലി കാണിക്കുന്നത്. ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് സർവീസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ഹോണ്ട അമേസിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, വളരെ നന്ദി. അപ്പം ഒരു സെഡാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് എന്നാണ് ഇതിൻ്റെ യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID കോൺടാക്ട് ചെയ്യുക. അപ്പം പുതിയൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.